ഹായ് ഫ്രണ്ട്സ്, വിഭജികാസ് ക്രാഫ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു കളർഫുൾ ആയിട്ടുള്ളൊരു പേപ്പർ ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതേ കണക്കൊരു പേപ്പർ ട്യൂബ്സ് വേണം കുറേ. ഈ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണം. ഇതിപ്പം കുറച്ച് വലിപ്പത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 പേപ്പർ ട്യൂബ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതേ വലിപ്പത്തിൽ കിട്ടും. ഇതേ കണക്കുള്ള ഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ വേണ്ടത് ക്രേ പേപ്പറാണ്. ഇത് ഗ്രീൻ കളർ, നമ്മുടെ കയ്യിലുള്ള ഏത് കളറുണ്ട് അതൊക്കെ എടുക്കാം. ഇതൊക്കെ എല്ലാം ക്രേ പേപ്പറാണിത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ക്രേ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കണക്കൊന്ന് മടക്കി വെച്ച ശേഷം ഈ ഒരു ഷേപ്പിൽ ഇതേ കണക്കൊന്ന് എടുക്കണം. ഇതേ കണക്ക് ഒരു റിബണിൻ്റെ ഷേപ്പിൽ എന്നിട്ടത് വൃത്തിയായിട്ടൊന്ന് മടക്കണം. ഇതേ കണക്ക് സാധാ രീതിയിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇതേ കണക്കൊന്ന് മടക്കി വയ്ക്കണം. ഇതേ കണക്ക് ഇതേപോലെ ഒന്ന് മടക്കിയ ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണം. ഒന്നും കൂടി ഒന്ന് മടക്കിയ ശേഷം ഇതേ കണക്കൊന്ന് മടക്കണം. എന്നിട്ട് ഇതേ കണക്ക് ഏകദേശം ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഇതേ കണക്ക് വരയ്ക്കുന്നത്. ഇതേ കണക്ക് വേണം വരച്ചു കൊടുക്കാൻ. വീഡിയോയിൽ തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ. അപ്പം കറക്റ്റ് അതേ രീതിയിൽ വെട്ടാൻ അറിയാവുന്നവർക്ക് അതേ കണക്ക് ചെയ്യാം. ഇതിപ്പോൾ അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യണം. ഇവിടെ കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച ശേഷം പിന്നെ നമ്മൾ ഇതേ കണക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇത് വേണം കട്ട് ചെയ്യണം. അതേ കണക്കിന് ഈ സൈഡിലും ഇവിടുന്ന് കട്ട് ചെയ്ത് വരണം. എന്നിട്ട് ഈ ഭാഗത്തുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് പയ്യെ അത് നോക്കണം. പയ്യെ അത് നിവർത്തി എടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ചെയ്യണം. കാരണം ഗ്രേ പേപ്പർ ആയതുകൊണ്ട് ഇത് അധികം കട്ടിയില്ലാത്ത പേപ്പറാണ്, കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതേ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഇത് പേപ്പർ റോള് നമ്മൾ ചുരുട്ടി വെച്ച് അതെടുത്ത് സ്റ്റിക്ക് എടുത്ത ശേഷം ഇതിലോട്ടൊന്ന് ചുറ്റി വെച്ച് കൊടുക്കണം. ആദ്യമേ നമുക്ക് ചുറ്റുമ്പോൾ ഒന്ന് ചേർത്ത് വെച്ച് ഒരു 2-3 തവണ അടുപ്പിച്ചൊന്ന് ചുറ്റണം. എന്നിട്ട് അവിടെയൊക്കെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി, കാരണം അത് ഒട്ടിക്കോടും പെട്ടെന്ന്. എന്നിട്ട് ഇതേ കണക്ക് ചുരുട്ടി താഴെ വരണം. ഇതേ കണക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഒന്ന്. ഇതേ കണക്ക് പിന്നെ നമുക്ക് ഇച്ചിരി സ്പീഡിലൊക്കെ ചെയ്യാം. ആദ്യമേ ഇച്ചിരി പതുക്കെ ചെയ്താൽ മതി. ഇതേ കണക്കൊന്ന് ചുറ്റി താഴെ വരെ നമുക്ക് എത്ര ലെങ്ത് വേണം അതേ കണക്കൊന്ന് ഇവിടെ വരെ, ഏകദേശം ഇവിടെ വരെ ഒന്ന് ചുറ്റിയാൽ മതി. ഇവിടെ വരെ ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ചെയ്യേണ്ടത്, ബാക്കി ആ ക്രേ പേപ്പർ തന്നെ സാധാ രീതിയിൽ നമ്മൾ ഗ്രീൻ ടേപ്പിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം ബാക്കി ഇതേ കണക്ക് താഴെ വരെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇതേ കണക്കൊന്ന് ഏകദേശം ഈ ഒരു വീതി മതി. വീതി കറക്റ്റ് ഒന്നും അളവ് പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഇതേ കണക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതി. ഗ്യാപ്പ് വരരുത്, കാരണം ഗ്യാപ്പ് വന്നാൽ നമ്മൾ ഈ വൈറ്റ് കളറൊക്കെ ആവും, അതിലോട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഗ്യാപ്പ് വരരുതെന്ന് പറയുന്നത്. അഥവാ ഈ ഗ്രീൻ ടേപ്പ് താഴെ ചുറ്റാൻ പേപ്പർ ഇല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം.
പിന്നെ മറ്റേ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അത് ചുറ്റാം. പക്ഷേ ഇതാണ് ഒരു കുറച്ചുകൂടെ ഭംഗി കിട്ടുന്നത്, കാരണം നമ്മൾ ലീഫിന് ഈ പേപ്പറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് താഴെ വരെ ഇതേ കളർ തന്നെ ചുറ്റി കൊടുക്കണം പറയുന്നത്. ബാക്കി കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അങ്ങനെ എല്ലാത്തിലും നമ്മൾ ലീഫ് ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്രേപ്പ് പേപ്പർ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ എടുത്ത ശേഷം ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇതേപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മടക്കണം. ഇതേപോലെ ഒന്ന് മടക്കണം. പിന്നെയും കോണോട് കോൺ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മടക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്ര തവണ? ഒരു തവണ മടങ്ങി, പിന്നെ 2 തവണ, പിന്നെ 3, പിന്നെ ഒന്നും കൂടി ഒന്ന് മടക്കണം. ഇതേ കണക്ക് കിട്ടും. എന്നിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഇതേ കണക്കൊന്ന് കട്ട് ചെയ്യണം. ഞാൻ ആ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ കണക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് മാറ്റിയിട്ട് പയ്യെ ഒന്ന് നിവർത്തി നോക്കണം. പയ്യെ നിവർത്താൾ കാണാം, പേപ്പറായിട്ട് പെട്ടെന്ന് കീറിപ്പോവും. ഏകദേശം ഈ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ നടുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെയും കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഇതിൻ്റെ ഈ ഷാർപ്പായിട്ടുള്ള ഭാഗത്തൊന്ന് നമ്മൾ ഇതേ കണക്കൊന്ന് ചുരുട്ടി കൊടുക്കണം. ഇതേ കണക്ക് കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ ഓരോ ലീഫ് വെച്ചതിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് ഫുള്ളും ഇതേ കണക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലോ അത് നേരെയായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടമനുസരിച്ച് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാത്തിലും നമ്മൾ ലീഫ് ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്രേപ്പ് പേപ്പർ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ എടുത്ത ശേഷം ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇതേപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മടക്കണം. ഇതേപോലെ ഒന്ന് മടക്കണം. പിന്നെയും കോണോട് കോൺ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മടക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്ര തവണ? ഒരു തവണ മടങ്ങി, പിന്നെ 2 തവണ, പിന്നെ 3, പിന്നെ ഒന്നും കൂടി ഒന്ന് മടക്കണം. ഇതേ കണക്ക് കിട്ടും. എന്നിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഇതേ കണക്കൊന്ന് കട്ട് ചെയ്യണം. ഞാൻ ആ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ കണക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് മാറ്റിയിട്ട് പയ്യെ ഒന്ന് നിവർത്തി നോക്കണം. പയ്യെ നിവർത്താൾ കാണാം, പേപ്പറായിട്ട് പെട്ടെന്ന് കീറിപ്പോവും. ഏകദേശം ഈ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ നടുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെയും കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഇതിൻ്റെ ഈ ഷാർപ്പായിട്ടുള്ള ഭാഗത്തൊന്ന് നമ്മൾ ഇതേ കണക്കൊന്ന് ചുരുട്ടി കൊടുക്കണം. ഇതേ കണക്ക് കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ ഓരോ ലീഫ് വെച്ചതിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് ഫുള്ളും ഇതേ കണക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലോ അത് നേരെയായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടമനുസരിച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാത്തിലും ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ഏത് കളറുണ്ട് ആ കളറൊക്കെ നമുക്കിതിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫ്ലവർ തന്നെ, ഈ ഫാഷൻ ഫ്ലവർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അവരിവർക്ക് അറിയാവുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫ്ലവർ ചെയ്ത് വെക്കാം. ഏത് ഫ്ലവർ ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ബഞ്ച് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ സൂപ്പർ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇതിപ്പോൾ ഫ്ലവർ വേസിൽ വേണമെങ്കിൽ ഇട്ട് വെക്കണമെങ്കിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരുമിച്ച് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു റിബൺ കെട്ടി കൊടുത്തു കഴിഞ്ഞ് ഇതേ കണക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു ഫ്ലവർ വേസിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലവർ വേസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊട്ടിയ ഗ്ലാസ് വെച്ചൊന്ന് റീയൂസ് ചെയ്ത ഒരു ഐഡിയ ആണ്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടേക്കണേ. അപ്പോൾ ഇന്നത്തെ ഫ്ലവർ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു സിമ്പിൾ ക്രാഫ്റ്റുമായി കാണാം.